സെക്സ് വർക്ക് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിറങ്ങുന്നവരും ഉണ്ട്. ഈ നമ്മുടെ നളിനി ജമീലയൊക്കെ അതിന്റെ ഇഷ്ടങ്ങളെ പറ്റിയിട്ട് തുറന്നെഴുതിയിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. ഒരു സെക്സ് വർക്കറുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഗിൽറ്റും പെയിനും ട്രോമയും ഒക്കെ അവരുടെ ഉള്ളിലുണ്ടാവും. മിക്കപ്പോഴും അവർ ഈ അഡൽട്ട് മൂവിയിലൊക്കെ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് പുറത്ത് ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പ്രണയം തോന്നിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതെയാണ് അവർ സെക്സ് ചെയ്യുന്നത്. പുരുഷന്മാരോട് പുച്ഛമായിരിക്കുമോ? എനിക്ക് ചിലരുടെ ആറ്റിറ്റ്യൂഡ് കാണുന്ന സമയത്ത് അവർ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ സെക്സ് ചെയ്യുന്നത്. കാരണം ഒരു ഡേ തന്നെ സെക്സ് വർക്കേഴ്സിന്റെ അടുത്ത് പല ക്ലയൻസ് ഉണ്ടാവും. അവർക്ക് ആരോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അത് വെറുതെ ഒരു പ്രൊഫഷൻ പോലെയാണ് അവർ ചെയ്യുന്നത്. പല പുരുഷന്മാരുടെ കാര്യം പറയുമ്പോൾ ചില പുരുഷന്മാരോട് അവർക്ക് ബഹുമാനം തോന്നിയിട്ടുള്ളതായിട്ടും പറയുന്നുണ്ട്. പക്ഷെ ചിലരുടെ അടുത്ത് അങ്ങനെ തന്നെയായിരിക്കും. കാരണം അങ്ങനെ ബഹുമാനം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുരുഷന്മാർ കുറവായിരിക്കും ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ചെന്നിട്ടുണ്ടാവുക. അപ്പൊ തന്നെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഇതിൽ പ്രണയം തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പും ഉണ്ട് അല്ലേ? ഇപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്ന അങ്ങനത്തെ കേസുകളും ഞാൻ കേട്ടിട്ടുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഒരു വ്യത്യസ്ത രീതിയിൽ കാണുന്ന ഒരാൾക്കാരാണ് സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ആദ്യ സമയങ്ങളിലൊക്കെ ഒരു പ്രത്യേകപരമായിട്ടുള്ളൊരു എതിർപ്പ് ആ രീതിയിലായിരുന്നു. പിന്നീട് അതൊരു അംഗീകരിച്ച് തുടങ്ങുന്നൊരു രീതിയുണ്ട്. എന്നാൽ പോലും അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സെക്സ് വർക്ക് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിറങ്ങുന്നവരും ഉണ്ട്. ഈ നമ്മുടെ നളിനി ജമീലയൊക്കെ അതിന്റെ ഇഷ്ടങ്ങളെ പറ്റിയിട്ട് തുറന്നെഴുതിയിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. അല്ലാതെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ സെക്സ് വർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി ചെയ്തു പോകുന്നതും പിന്നെ പെട്ടുപോയ ഈ സൂര്യനെല്ലി കേസിലൊക്കെ 40 അല്ലെങ്കിൽ അത്രയും ആൾക്കാരൂടെ പെട്ടുപോയ ഒരവസ്ഥയും കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്? ഈ പറഞ്ഞ 3 കാറ്റഗറിയിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. കൂടുതലും ഈ ചിലപ്പം അറിയാതെ ഗംഗൂബായ് എന്നുള്ള സിനിമയിൽ എന്ന് വെച്ചാൽ സ്നേഹിച്ച പുരുഷൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് യാത്രയാവുന്ന അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളൊരു വീട്ടിലെ പെൺകുട്ടിയായിട്ടാണ് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ ഒത്തിരി പേരുണ്ട്. ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ അങ്ങനെ അതേ ഉള്ളൂ ജീവിതം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ചില ആൾക്കാർ അവരുടെ ജീവിത സാഹചര്യങ്ങളും കൊണ്ട് ഇപ്പോൾ കുടുംബം നോക്കാനായിട്ട് മക്കളെ വളർത്താനായിട്ട് ഇതേ ഉള്ളൂ ഒരു വഴി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ കുറച്ച് ശതമാനം മാത്രം ആൾക്കാർ മാത്രമാണ് ഇതൊരു പ്രൊഫഷനായിട്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നതായിരുന്നു പറയുന്നുള്ളൂ. ബാക്കി ഒട്ടുമിക്ക ആളുകളും ഒരുപാട് ഇപ്പോൾ ഒരു സെക്സ് വർക്കറുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഗിൽറ്റും പെയിനും ട്രോമയും ഒക്കെ അവരുടെ ഉള്ളിലുണ്ടാവും. മിക്കപ്പോഴും അവർ ഇപ്പം ഈ പറഞ്ഞ പോലെ നല്ല സ്നേഹം കിട്ടാതെയും ഒക്കെ ചിലപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റോറീസ് തന്നെ നമ്മളിപ്പോൾ അവരോട് ഇൻട്രാക്ട് ചെയ്താൽ പോലും നമ്മുടെ മനസ്സെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഐഡൻറ്റിറ്റി ഇഷ്യൂസൊക്കെ അവരുടെ ഉള്ളിൽ കാണും. അവരൊട്ട് ഹാപ്പി ആയിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവരെന്ന് വെച്ചാൽ ഒരിക്കലും ഇപ്പോൾ ഒരു സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം അവർ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ സെക്സ് ചെയ്യുന്നത്. കാരണം ഒരു ഡേ തന്നെ സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് പല ക്ലയൻസ് ഉണ്ടാവും. അവർക്ക് ആരോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അത് വെറുതെ ഒരു പ്രൊഫഷൻ പോലെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ എന്തായിരിക്കും അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക? ചിന്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല അത്. അതിൽ എത്ര പേരുണ്ട്. പിന്നെ സൊസൈറ്റി അവർ അംഗീകരിക്കുന്നില്ല അല്ലേ? എന്തെല്ലാം തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവാം. അപ്പം ശരിക്കും പറഞ്ഞാൽ മാനസിക ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള, അതായത് ഐഡൻറ്റിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം, ഗിൽറ്റ് ഉണ്ടാവാം, ഷെയിം ഉണ്ടാവാം. സൊസൈറ്റി അവർ അംഗീകരിക്കും. ഇതൊക്കെ പോട്ടെ, അഡൾട്ട് മൂവിയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് കിട്ടുന്ന ഒരു അംഗീകാരം അല്ല. അഡൾട്ട് മൂവിയിൽ അഭിനയിക്കുന്നതല്ല, ഇപ്പോൾ കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ നടക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന രീതിയല്ല പണ്ടത്തെ കാലത്ത്. ഈ അഡൾട്ട് മൂവിയിലൊക്കെ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് പുറത്ത് ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവർ വല്ല പർദ്ദയൊക്കെ ഇട്ടിട്ടായിരിക്കും ഇറങ്ങുക പുറത്തേക്ക്. അപ്പോൾ അവർക്കൊരു സോഷ്യൽ ലൈഫ് പോലും നിരാകരിക്കപ്പെടുകയാണ്. പിന്നെ സെക്ഷൽ വർക്കേഴ്സിനെ നമ്മൾ അത്രയധികം അറിയുന്നില്ലാത്തത് കൊണ്ട് അവരിറങ്ങി നടന്നാലും നമുക്ക് അത്ര തോന്നില്ല. പക്ഷെ കുറച്ച് ഫെമിലിയറും കൂടെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് പോലും നിരാകരിക്കും. പക്ഷെ വല്ലാത്തൊരു അവസ്ഥയാണ് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പലരും ഈ പറഞ്ഞ പോലെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. പെട്ടിട്ട് ഇനിയിപ്പോൾ ഞാനിവിടെ പെട്ടില്ലേ, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ഇത് തന്നെയെന്ന് അവർ നിശ്ചയിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു പ്രണയം തോന്നിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതെയാണ് അവർ സെക്സ് ചെയ്യുന്നത്. പുരുഷന്മാരോട് പുച്ഛമായിരിക്കുമോ? എനിക്ക് ചിലരുടെ ആറ്റിറ്റ്യൂഡ് കാണുന്ന സമയത്ത് ഒരു നിർവികാരത അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കും ഒരു പുച്ഛം ഫീല്, മുഖത്തെ ആ ഒരു ഫീല് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗംഗൂബായുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് അങ്ങനത്തെ ക്യാരക്ടേഴ്സിൻ്റെ ആണെങ്കിലും
റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിൻ്റെ ആണെങ്കിലും അവരുടെ മുഖത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. അവർക്ക് പുരുഷന്മാരോടുള്ളൊരു രീതി വ്യത്യസ്തമായിരിക്കും. അല്ല, അത് അവർ ഒത്തിരി പുരുഷന്മാരെ അവരുടെ ലൈഫിൽ അവർ ഇൻട്രാക്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ തന്നെ പുരുഷന്മാരോടെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ജീവിതത്തിൽ ഒരു പുരുഷനെ ഒരേ ഒരു പുരുഷനുള്ള പോലെ ആയിരിക്കില്ല അവർക്ക് വ്യത്യസ്തമായിട്ട്. ഇത് എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ ആളുകൾ എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടാവും. അത് തന്നെയല്ല, ഒരു മനുഷ്യൻ്റെ ഒരു വേഴ്സ് സൈഡാണ് അവർ കാണുന്നത്. അതായത് ഇപ്പോൾ പബ്ലിക്കലി അവർ വളരെ നന്നായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ മറച്ചു വെച്ചേക്കുന്ന സൈഡായിരിക്കും ഇവർ കാണുക. അപ്പൊ നമുക്ക് ഒരാളോട് ആരാധന തോന്നുന്നത് എങ്ങനെയായിരിക്കും? അവര് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അവരുടെ ആരാധന തോന്നുക. അപ്പൊ എല്ലാ മനുഷ്യർക്കും 2 വശങ്ങളും 3 വശങ്ങളൊക്കെ കാണും. അപ്പൊ ഈ ചില വശങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് മാത്രമായിട്ട് അറിയാവുന്ന വശങ്ങളായിരിക്കും. അപ്പൊ അങ്ങനത്തെ പേഴ്സണൽ വശങ്ങൾ അറിയുന്നവർ എത്രത്തോളം റെസ്പെക്ട് ചെയ്യും അവരെ? ഇപ്പം തീർച്ചയായിട്ടും അവർക്ക് ആ റെസ്പെക്റ്റ് കുറവായിരിക്കും. അപ്പം റെസ്പെക്റ്റ് എന്നുള്ള ഉപരി പ്രത്യേകിച്ച് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരെ പോലും നന്നായി ട്രീറ്റ് ചെയ്യുന്ന ആളുകളാകുമ്പോൾ അവരോട് ബഹുമാനം തോന്നുന്ന സ്ത്രീകളും ഉണ്ട്. ഇപ്പൊ പല പുരുഷന്മാരുടെ കാര്യം പറയുമ്പോൾ ചില പുരുഷന്മാരോട് അവർക്ക് ബഹുമാനം തോന്നിയിട്ടുള്ളതായിട്ടും പറയുന്നുണ്ട്. പക്ഷെ ചിലരുടെ അടുത്ത് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ബഹുമാനം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുരുഷന്മാർ കുറവായിരിക്കും ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ചെന്നിട്ടുണ്ടാവുക. അപ്പൊ തന്നെ ആ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഇതിൽ പ്രണയം തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പും ഉണ്ട് അല്ലേ? ഇപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്ന അങ്ങനത്തെ കേസുകളും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിപ്പെൻസ് അപ്പോൺ. പിന്നെ ഇവർക്ക് ബഹുമാനം അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ല എന്ന് പറയുന്നത് അവർ ലൈഫിൽ കണ്ടുപോയ പുരുഷന്മാർ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയാ, അവർ ട്രീറ്റ് ചെയ്ത രീതി കൊണ്ട് തന്നെയായിരിക്കാം. പിന്നെ തോന്നിയിട്ടുള്ളത് ഏറ്റവും ബോൾഡായിട്ടുള്ള സ്ത്രീകൾ പലരും സെക്സ് വർക്കേഴ്സ് ആയിരിക്കും എന്നുള്ളത്. ഭയങ്കര ബോൾഡായിട്ടായിരിക്കും സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവർ ഫിയർ ചെയ്യപ്പെടുന്നത് ഒരു പാട്രിയാർക്കി അനുസരിച്ച് നിന്റെ മാനം പോയി കഴിഞ്ഞാൽ നീ ഒരു ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഓവർകം ചെയ്തുകൊണ്ടായിരിക്കാം അവർക്ക് ഒരു പേടിയില്ല ഒരാളോടും. തിരിച്ച് നിന്ന് സംസാരിക്കാൻ അറിയാം. അവരെ ഒരാൾ എന്തെങ്കിലും രീതിയിൽ വിലയിരുത്തിയാൽ പോലും ദേ ഡോണ്ട് കെയർ. ആ ഒരു ഫീൽ ഭയങ്കര ബോൾഡ് ലേഡീസ് ആണ്. അതിനൊരു വ്യത്യാസമില്ല. അതിപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും നോർത്തിലേക്ക് പോയാലും അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കുക, ആ ഒരു രീതി തോന്നിയിട്ടുണ്ട്. അതൊരു ഔട്ടർ വശമല്ലേ ബോൾഡ്നെസ്? ശരിക്കും ഞാൻ അങ്ങനെ ബോൾഡായിട്ടുള്ള ലേഡീസിനെ കണ്ടിട്ടുണ്ട്. ഈവൻ അവരിങ്ങനെ സെക്ഷുവൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടി ഞാൻ പറയാം, ആ ബോൾഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ലോകത്തെ ഇത്രയും അഭിമുഖീകരിച്ച ആളുകളാവുമ്പോൾ വരുന്നൊരു കറേജ്. പക്ഷെ അവരുടെ ഇൻസൈഡ് ഞാൻ പറയണതെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും സന്തോഷവും മനസ്സമാധാനവും ഇതുമൊക്കെ വേണം, അല്ലെങ്കിൽ അംഗീകാരം, റെസ്പെക്റ്റ്, ഇതൊക്കെ വേണമെന്ന് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. അത് നിരാകരിക്കപ്പെട്ടപ്പോൾ അവർ ആ ബോൾഡ്നെസ്സിൻ്റെ ഒരു കവചം എടുത്ത് അണിഞ്ഞ പോലെ ചിലപ്പോൾ അവരുടെ ദുഃഖമോ കരച്ചിലോ ഒന്നും ആരും തന്നെ കാണുന്നുണ്ടാവില്ല എന്നുള്ളതായിരിക്കും സത്യം. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ബോൾഡ് ആയാലേ പറ്റൂ. അവരുടെ ആ ഒരു പ്രൊഫഷൻ അതാവുമ്പോൾ നമ്മൾ ആ പ്രൊഫഷനിൽ നമുക്ക് വേണ്ട ഒരു ട്രെയ്റ്റ് ആണ് ബോൾഡ്. ആ ബോൾഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ബോൾഡ്നെസ് ആണ് ഒരു സ്ത്രീക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ വരുന്ന ബോൾഡ്നെസ് എന്ന് പറയുന്നത് ഒരു പെയിനിൽ വരുന്നൊരു ബോൾഡ്നെസ്. ആ പെയിൻ വന്ന് നമ്മൾ പിന്നെ ബോൾഡ് ആവുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ പെയിനുകൾ ഉള്ളിലുള്ളതിനെ ഹീൽ ചെയ്തിട്ട് വരുന്നൊരു ബോൾഡ്നെസ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ മാനം, ഇപ്പം ഈ പറഞ്ഞ പോലെ സമൂഹം നമുക്കൊരു ഇത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മാനം പോയാലും കുഴപ്പമില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഒന്നിനെയും ഭയമില്ല എന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മാനം കളഞ്ഞാൽ മാത്രവും വരേണ്ടതല്ല ഈ ബോൾഡ്നെസ് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ ബോൾഡായിട്ട് നടക്കുന്നതെന്ന് ചിലപ്പോൾ ചിലർ പറയാറുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും പറ്റില്ല, ഒന്നും നോക്കാനില്ലല്ലോ. പക്ഷെ അങ്ങനെ വരേണ്ട ഒന്നല്ല ഈ ബോൾഡ്നെസ്. ഈ ബോൾഡ്നെസ് എന്ന് പറയുമ്പം നമുക്ക് നമ്മളെക്കുറിച്ച് കൃത്യമായ വ്യക്തത ഉണ്ടെങ്കിൽ നമുക്ക് ബോൾഡ് ആവാം. അല്ലെങ്കിൽ നമ്മളുടെ ശരി തെറ്റുകളെക്കുറിച്ചും അല്ലെങ്കിൽ ഒരാളെ ബൗണ്ടറിയിൽ നിർത്താൻ നമുക്കറിയാമെങ്കിലും നമുക്ക് ബോൾഡ് ആവാം. അല്ലെങ്കിൽ ഒരാളെ എത്രത്തോളം എൻ്റെ ഇൻറ്റേർണൽ സ്പേസിലൊക്കെ എനിക്ക് കടത്തണം, അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് നമുക്ക് നിർത്താൻ, അങ്ങനെയുള്ളൊരു സ്ത്രീക്കും എവിടെയും തലയുയർത്തി തന്നെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ പൊതുവെ ലോകം കാണുന്ന ആളുകളിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വരുന്ന ആളുകൾ വരുമ്പോഴത്തേക്കും അവർ ഭയങ്കര ബോൾഡായിപ്പോയി, അവർക്ക് ഒന്നും നോക്കാനില്ലല്ലോ എന്നും പറയാം. പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ചാൽ കുറച്ചൊക്കെ സെൽഫ് എക്യുപ്ഡും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബോൾഡായിട്ട് തന്നെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ചിലപ്പോൾ നല്ല സാഹചര്യവും ചീത്ത സാഹചര്യവും ഒരു ദിവസങ്ങളിൽ വരാലോ. അപ്പം എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നില്ല. നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന സ്ഥലങ്ങളിലും നമുക്ക് ഈ പറഞ്ഞ ഒരു കറേജും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പവറും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബോൾഡായിട്ട് നിൽക്കാം. പലപ്പോഴും അത് നമുക്ക് കിട്ടാറില്ല. അപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ സ്കൂൾസിലൊക്കെ ഇല്ലേ, ഇപ്പോൾ സെൽഫ് ഡിഫെൻസ് ഒക്കെ ഒരു സബ്ജക്റ്റ് ആയിട്ടൊന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും?
അത് എല്ലാ കുട്ടികളും, ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കട്ടെ സെൽഫ് ഡിഫെൻസ്. എന്ത് നല്ലതായിരിക്കും ഒരു വിഷയമായിട്ട് വെച്ച് കഴിഞ്ഞാൽ. അത് താല്പര്യമുള്ള ഒരാൾക്കാർ മാത്രമല്ല, നമ്മൾക്കൊരു അത്യാവശ്യം വന്നാൽ നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് കുട്ടികൾ പഠിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി തന്നെ വരുന്ന മാറ്റം എന്താണെന്നറിയോ, അവരൊക്കെ കറേജിയസ് ആയിരിക്കും. അല്ലാതെ ഇങ്ങനെ രീതി മാത്രമല്ല ബോൾഡ്നെസ് ഉണ്ടാവും. ഇവരുടെ ഈ മാനസികാവസ്ഥ ഇപ്പോൾ ഒരു ചെറുപ്പം തൊട്ട് സെക്സ് വർക്കറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരിക്കും. ഒരു ഞാൻ നേരത്തെ ഒരു സെക്ഷനിൽ ചോദിച്ച പോലെ ഇവരൊരു ഏജ് കഴിഞ്ഞിട്ടുള്ള, അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് കുറവായിരിക്കും, ഇവർ അതിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തപ്പെട്ടു. അപ്പൊ അതിൽ ജീവിക്കാൻ മറ്റു ഉപജീവന മാർഗങ്ങളുണ്ടോന്നും അറിയില്ല. ഏത് രീതിയിലാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെക്സ് വർക്കറായിട്ട് ജീവിച്ച ഒരാള് നല്ല പ്രായമായി കഴിയുമ്പോൾ അവരെങ്ങനെയായിരിക്കും ജീവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ മീര ജാസ്മിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ദിലീപും മീര ജാസ്മിനും കൂടെ ഉള്ള. അതിനകത്തില് നമ്മുടെ ബിന്ദു പണിക്കറാണ് ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഉടമ. ബിന്ദു പണിക്കറുടെ ദേഷ്യം തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ബോൾഡാണ് ആ ഒരു മോഡൽ കാണുന്നത് ആ ഒരു സിനിമയിലൂടെയാണ്. അപ്പോൾ തോന്നിയിട്ടുള്ളൊരു ഫാക്ടറാണ് എന്തായിരിക്കും അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. എന്നാൽ ജീവിതം തന്നെ ഇതിലൂടെ നയിച്ച് പൊക്കോണ്ടിരുന്ന ഒരാളാണ്, വേറെ ജോലികളൊന്നും ചെയ്യുന്ന ഒരാളായിരിക്കില്ല. എങ്ങനെയായിരിക്കും അവരുടെ ഒരു മൈൻഡ് പോകുന്നത്? അല്ല, അതിൽ തന്നെ അവരുടെ ഇമോഷൻസിന്റെ അപ്പ് ആൻഡ് ഡൗൺസ് ഭയങ്കരമായിട്ട് കാണിക്കുന്നില്ലേ. അവരാ കാണിക്കുന്ന ബോൾഡ്നെസ്സും ഇതും മാത്രമല്ലല്ലോ, അവരുടെ ഇൻസൈഡ് എന്ന് പറയുന്നത് ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഗംഗുബായിലൊക്കെ എന്ത് ഭംഗിയായിട്ട് ആലിയ അത് ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കര ആലിയോട് റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയിലൊക്കെ. അവിടെയൊക്കെ അവർ എന്തെങ്കിലും ഒരു സന്തോഷവതിയെ സ്ത്രീയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ പുറമേ മാത്രമല്ല ഈ ബോൾഡ്നെസ്സും പവറും ഒക്കെ കാണിക്കുന്നത്. ഇൻസൈഡ് എന്ന് പറയുന്നത്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നർച്ചറിങ്ങും റെസ്പെക്റ്റും എല്ലാം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും. അതൊരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ട് കിട്ടേണ്ട കാര്യമാണ്. അത് നമുക്ക് പല സ്ഥലങ്ങളിൽ കിട്ടാതെ വന്ന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യിപ്പിച്ചു. ഇനി എന്തെന്ന് പറയുമ്പോൾ ഇനി അവിടെ തോറ്റു കൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്ന നിമിഷത്തിൽ അവർ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സിറ്റുവേഷൻ അവർ അങ്ങനെ അങ്ങ് അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരുടെയൊക്കെ മനസ്സ് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അവരുടെ ലൈഫ് അവരതിൽ പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ പുറമേ കാണുന്ന ഒരു കളറാണോ ആളുകളുടെ മനസ്സെന്ന് പറയുന്നത്? ഇപ്പം നമ്മളിപ്പോൾ പുറമേ നോക്കുമ്പം എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഉള്ളിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. അപ്പോൾ അത് അവിടെ ആ ഉള്ളിൽ ഞാൻ പറയണതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇന്നർ ഹാപ്പിനെസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ പുറമേ നമ്മൾ ചിരിക്കുന്ന ഹാപ്പിനെസ് തന്നെ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ അകത്തും കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഐ ആം സക്സസ്, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇപ്പം ഇവരുടെ ഈ ഒരു കാറ്റഗറീനെ മാത്രമല്ല കേട്ടോ, സെക്ഷൽ വർക്ക് ചെയ്യുന്ന ആളുകളെ മാത്രമല്ല ഞാൻ പറയുന്നത് വെച്ചാൽ, അല്ലാതെ ആണെങ്കിലും ഇപ്പം ഇവർ ഈ ജോലി ചെയ്തിട്ട് ഇവർക്ക് ഇത്രയും ഗിൽറ്റ്, ഷെയിം, ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ഇത് തന്നെ ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് ജീവിതത്തിലെ ഡേ ടു ഡേ ലൈഫിലുള്ള ഹഡിൽസിനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അവിടെയൊക്കെയാണ് നമ്മളത് പഠിച്ച് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് നേണ്ടത്. നാളെ ഒരു സെക്ഷൽ വർക്കിന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 3 കാറ്റഗറിയിൽ അവർ ഈ പ്രൊഫഷനിലോട്ട് വരുന്നത്. അതിൽ നാളെ തൊട്ട് ഈ വർക്ക് വേണ്ട, അല്ലാതെ ജീവിക്കണം എന്ന് വെച്ചാൽ പോലും ഞാൻ ചീത്തയായി പോയി, എൻ്റെ ലൈഫ് ഇങ്ങനെയായി പോയെന്ന് പറയാതെ അതിനപ്പുറത്തേക്കൊരു സാധ്യത ഓരോ വ്യക്തിക്കും കാണാൻ പറ്റണം. അവർക്ക് എന്നാണോ ഈ ജോലി മടുത്തു തുടങ്ങുന്നത്, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ലൈഫ് ഒരു നശിച്ചു പോയെന്ന് ചിന്തിക്കുന്ന നിമിഷത്തിൽ ഇല്ല, എനിക്ക് എന്നെ റീഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, എനിക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ഓരോ വിമനും ചിന്തിക്കാൻ പറ്റണം. വിമൻ എന്നല്ല, എല്ലാ വ്യക്തികൾക്കും ചിന്തിക്കാൻ പറ്റണം എന്നാണ് ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ.